ക്ഷേത്ര വിശ്വാസ സംരക്ഷണ സമിതിയുടെ പ്രതിഷേധ സംഗമം അലങ്കോലപ്പെടുത്തി CPM. കൊട്ടാരക്കര കോട്ടത്താല തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്ര സന്നിധിയിലാണ് സംഭവമുണ്ടായത്. രാഷ്ട്രീയ ഭേദമില്ലാതെ ചേർന്ന യോഗത്തിലാണ് CPM നേതാക്കൾ അതിക്രമം നടത്തിയത്. യോഗത്തിനെത്തിയ വയോധികന് പരിക്കേൽക്കുകയും ചെയ്തു. അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ കൂടി ജനം TVക്ക് ലഭിച്ചിരിക്കുകയാണ്. ആദ്യം അതിലേക്ക്. അവിടെ ഒരു അനൗൺസ്മെന്റ് നടക്കണം, അവിടെ യോഗം നടക്കും, അവന് ജീവിക്കാനാണ്. അല്ല, അതിനെല്ലാം തടസ്സം നിൽക്കുന്ന നിലപാടാണ് ഈ പയ്യന്മാർ എടുക്കുന്നത്. CPM ഏരിയ കമ്മിറ്റി അംഗം N. ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോലീസിന്റെ സാന്നിധ്യത്തിൽ പൊതുയോഗം അലങ്കോലപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി M. മനോജ് ചേരുന്നുണ്ട്. മനോജ്, എപ്പോഴാണ് സംഭവം? വിഷ്ണു, ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിച്ചത്. അതായത് ആ നാട്ടിലെ തന്നെ നിരവധി ക്ഷേത്രങ്ങൾ ഒത്തുചേർന്നുകൊണ്ട്, ആ ക്ഷേത്ര ഭാരവാഹികളൊക്കെ ചേർന്നുകൊണ്ട് ഈ ക്ഷേത്രങ്ങളിൽ സാധാരണയായി ഉച്ചഭാഷിണി വെക്കാറുണ്ട്. അതായത് രാവിലെ തന്നെ ക്ഷേത്രങ്ങളിലെ ഈ സങ്കീർത്തനങ്ങളൊക്കെ കേൾക്കുവാൻ വേണ്ടി, അവിടെയുള്ള ഭക്തജനങ്ങൾക്ക് കേൾക്കുവാൻ വേണ്ടിയിട്ടും സാധാരണയായി നടത്തി വരുന്നത് പോലെ തന്നെ അവിടെയുള്ള ക്ഷേത്രങ്ങളിൽ ഇങ്ങനെയുള്ള ഗീതങ്ങൾ വയ്ക്കാറുണ്ട്. എന്നാൽ അതിനെതിരെ പോലീസ് നടപടി സ്വീകരിച്ചിരുന്നു. അതൊക്കെ നിൽക്കുമ്പോഴും കോടതി അനുവദിച്ചിരിക്കുന്ന ആ ഒരു നിയമപരമായിട്ടുള്ള രീതിയിലാണ് ക്ഷേത്രങ്ങളിൽ ഉച്ചഭാഷിണി വെച്ചിരുന്നത്. എന്നാൽ പോലീസിൻ്റെ ഈ നടപടിക്കെതിരെയും വ്യാജ പരാതികൾക്കെതിരെയും, അതായത് ഈ ഗീതങ്ങൾ വെക്കുമ്പോൾ അതിനെതിരെ വ്യാജ പരാതികൾ നൽകുന്ന ആളുകൾക്കെതിരെയുമൊക്കെയാണ് ഈ ഒരു ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ, അതായത് ആ കോട്ടാത്തല ഭാഗത്തെ ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ ചേർന്നുകൊണ്ട് ഇത്തരമൊരു നാമജപ യാത്ര നടത്തിയത്. അതിനുശേഷം ഈ കോട്ടാത്തല തണ്ണീർപ്പന്തൽ ക്ഷേത്രത്തിന് മുന്നിലായിരുന്നു ഒരു പൊതുയോഗം വെച്ചിരുന്നത്. അതിൽ നിരവധി ഭക്തജനങ്ങളൊക്കെ പങ്കെടുത്തിരുന്നു. ഈ സമയത്ത് ഈ ക്ഷേത്ര ഭാരവാഹികളെ മാത്രമാണ് ഈ വേദിയിലേക്ക് ക്ഷണിച്ചിരുന്നത്. സദസ്സിലേക്ക് പോലും രാഷ്ട്രീയക്കാരെ ക്ഷണിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അവിടേക്ക്, ആ വേദിയിലേക്ക് CPMന്റെ ഏരിയ കമ്മിറ്റി അംഗമായ N. ബേബിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആ വേദിയിലേക്ക് കയറിയിരിക്കുകയും പിന്നീട് ഈ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് അക്കാര്യം ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിനെതിരെ വേദിയിലേക്ക് എഴുന്നേറ്റ് വന്നുകൊണ്ട് തന്നെ ആ മൈക്കൊക്കെ മാറ്റിവെക്കുവാനും അതോടൊപ്പം ഈ പ്രസംഗിക്കുന്നവരെയൊക്കെ അതിക്രമിച്ച് കടന്നു കയറിക്കൊണ്ട് അവിടെ ഒരു സംഘർഷം സൃഷ്ടിക്കാൻ നോക്കിയെന്നുള്ളതാണ്. ആ സംഘർഷത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആ വേദിയിൽ, അതായത് നൂറുകണക്കിന് ഭക്തർ ഇരിക്കുന്ന ആ ഒരു സദസ്സിന് മുന്നിലെ വേദിയിൽ ക്ഷേത്ര ഭാരവാഹികൾ മാത്രമാണ് ഇരിക്കുന്നത്. അവിടേക്കാണ് CPMന്റെ നേതാക്കൾ കടന്നു വന്ന് ഒരു അതിക്രമം ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു വയോധികനെ പരിക്കേൽക്കുകയും ചെയ്തു. പിന്നീട് ഈ പൊതുയോഗം കഴിഞ്ഞ് മടങ്ങവെയാണ് അദ്ദേഹത്തിനെ CPM പ്രവർത്തകർ മർദ്ദിച്ചത്. അദ്ദേഹം ഇപ്പോൾ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ പോലീസിന്റെ സാന്നിധ്യത്തിലായിരുന്നു ഇത്തരത്തിൽ CPM നേതാക്കൾ ഈ ഹൈന്ദവ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പരിപാടിയിൽ അതിക്രമിച്ചു കയറി ഈ ഒരു സംഘർഷം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ക്ഷേത്രങ്ങളെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെയുള്ള ഭക്തജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ നാമജപ ഘോഷയാത്രയും അതോടൊപ്പം തന്നെ ഈ പൊതുയോഗവും സംഘടിപ്പിച്ചത്. അതിൽ തന്നെ പ്രധാനമായും 1-2 ക്ഷേത്രങ്ങളല്ല, നിരവധി ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളാണ് അവിടെ എത്തിയിരുന്നത്. അവരെയൊക്കെ ഒത്തുചേർത്തുകൊണ്ടാണ് ഈ കോട്ടാത്തലയിൽ ഇങ്ങനെയൊരു പ്രതിഷേധ സംഗമം, അതായത് ഭരണകൂടത്തിൻ്റെ ഈ ക്ഷേത്രങ്ങൾക്ക് നേരെയുള്ള കടന്നുകയറ്റത്തിനെതിരെയും ഈ പോലീസ് നടപടിക്കെതിരെയും ഒക്കെ ശക്തമായുള്ള ഈ ഭക്തജനങ്ങളുടെ പ്രതിഷേധമായിരുന്നു. ഈ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുന്നിൽ ആരംഭിച്ച് നാമജപ ഘോഷയാത്രയായി നിരവധി ഭക്തജനങ്ങൾ ഈ പൊതുയോഗത്തിലേക്ക് എത്തിയപ്പോഴായിരുന്നു ഉദ്ഘാടനം നടക്കവെയാണ് ഇങ്ങനെയൊരു അതിക്രമം ഉണ്ടായിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള N. ബേബിയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ആളുകൾ, അവരെല്ലാം തന്നെ CPMന്റെ സജീവ പ്രവർത്തകരും നേതാക്കളുമാണ്. ഇവർ വേദിയിലേക്ക് ആരുടെയും ക്ഷണമില്ലാതെ കയറിയിരിക്കുകയും അപ്പോൾ തന്നെ അവിടെ ഉദ്ഘാടകൻ പറയുന്നുണ്ട്, ഞങ്ങൾ രാഷ്ട്രീയക്കാരെ ആരെയും ക്ഷണിച്ചിട്ടില്ല, പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ഈ വേദിയിലേക്ക് കയറിയിരിക്കുന്നത് എന്നുള്ള അക്കാര്യം ചോദ്യം ചെയ്തപ്പോഴാണ് പിന്നീട് അത് സംഘർഷത്തിലേക്ക് മാറിയത്. കാരണം ഇത്രയധികം ആളുകൾ ഒന്നിച്ചു കൂടിയപ്പോൾ, ഈ ഭക്തജനങ്ങൾ ഒന്നിച്ചു കൂടിയപ്പോൾ അവിടേക്ക് കടന്നു വന്നാണ് ഈ അതിക്രമം സൃഷ്ടിച്ചിട്ടുള്ളത്. CPMന്റെ നേതാക്കളാണ്, ഈ CPMന്റെയും DYFIയുടെയും ഒക്കെ പ്രവർത്തകരാണ് അവിടെ എത്തിയ ഭക്തരെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ നീങ്ങിയത്. എന്തായാലും പോലീസ് അവിടെ നിൽക്കുന്നത് കാണാം. ഈ സംഘർഷം ഉണ്ടായപ്പോൾ തന്നെ പോലീസ് വേദിയിലേക്ക് കയറുന്നതും കാണാം. പക്ഷേ അവിടെ ഈ CPMന്റെ നേതാക്കൾ തന്നെ വെല്ലുവിളി ഉയർത്തുകയും അതോടൊപ്പം തന്നെ പിടിച്ചു തള്ളുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടി എന്ന് പറയുന്നത് പ്രതിഷേധ സംഗമത്തിന് നേതൃത്വം നൽകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടികളുമല്ല എന്നുള്ളതാണ്. അവിടെയുള്ള ഹൈന്ദവ ജനതയാണ്.
ഓരോ ക്ഷേത്രങ്ങളുടെയും ഭാരവാഹികളാണ്. ഈ തണ്ണീർപ്പന്തൽ ദേവി ക്ഷേത്രത്തിലെ പ്രസിഡന്റ് ഉൾപ്പെടെ ഈ സമയത്ത് അവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ സംരക്ഷണ സമിതിയുടെ ഭാരവാഹികളും അവിടെയുണ്ട്. അവരൊക്കെ തന്നെ ഈ കാര്യം ചൂണ്ടിക്കാട്ടുമ്പോഴാണ് CPM-ന്റെ ഈ നേതാക്കൾ കയറി അവിടെ വന്ന് ഈ ഒരു പ്രശ്നമുണ്ടാക്കുന്നത്. എന്തായാലും ഹൈന്ദവ ക്ഷേത്രങ്ങളിലുള്ള CPM-ന്റെ കടന്നുകയറ്റം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. എല്ലാ ക്ഷേത്രങ്ങളിൽ, ക്ഷേത്ര കമ്മിറ്റികളിൽ വരെ ഈ കടന്നുകയറി അവിടെ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും എതിരായി പ്രവർത്തിക്കുന്നവരെ നമുക്കറിയാം. അത്തരത്തിൽ തന്നെയാണ് ഈ ഭക്തജനങ്ങളുടെ പ്രതിഷേധ സംഗമങ്ങൾ പോലും അലങ്കോലപ്പെടുത്തുവാൻ CPM തയ്യാറാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ ഹൈന്ദവ ജനതയ്ക്ക് മേലെയുള്ള കടന്നുകയറ്റം തന്നെയാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു വേദിയിലേക്ക് ഒരു കാരണവശാലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളുകളെ ക്ഷണിച്ചിട്ടില്ല. അവിടെ ഒരു രാഷ്ട്രീയ പ്രസംഗമല്ല നടന്നിരുന്നത്. പക്ഷേ അവിടേക്ക് കയറി വന്ന് ഈ രാഷ്ട്രീയ പ്രസംഗത്തിനും അതോടൊപ്പം തന്നെ അവിടെയുള്ള ആളുകളെ കണ്ടുകൊണ്ടാണ് ഈ നേതാക്കളൊക്കെ ആ വേദിയിലേക്ക് കയറി ഇരുന്നത്. അവിടെ ഒരു കാരണവശാലും വേദിയിലിരിക്കുവാനുള്ള ക്ഷണം ഈ ക്ഷേത്ര ഭാരവാഹികളോ അല്ലെങ്കിൽ ഇത് സംഘടിപ്പിച്ചിട്ടുള്ള നേതൃത്വമോ ആരെയും ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചത്. അവരോട് സംസാരിച്ചപ്പോൾ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോൾ വിശ്വാസ സംരക്ഷണ സമിതി പ്രസിഡന്റ് ശ്രീകുമാർ കൂടി നമ്മോടൊപ്പം ചേർന്നുണ്ട്. ശ്രീകുമാർ, എന്തായാലും ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു അതിക്രമം തന്നെയാണ് ഇപ്പോൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു സമാധാനപരമായ ഒരു യോഗം നടക്കുന്നു, അവിടെ ഒരു കാരണവുമില്ലാതെ കുറെ ആളുകൾ കയറി വരുന്നു. എന്നിരുന്നാൽ കൂടിയും ഇവിടെ ഈ ഒരു ഇത്രയും ഒരു ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും പോലീസ് പോലും നോക്കുകുത്തിയാകുന്ന ഒരു സാഹചര്യം, കൃത്യമായൊരു ആസൂത്രണം തന്നെയല്ലേ ഇതിന് പിന്നിലുള്ളത്? കൃത്യമായ ഒരു ആസൂത്രണം തന്നെയാണ് ഞങ്ങൾ സംശയിക്കുന്നത്. പ്രധാനമായും കൊട്ടാത്തല തണ്ണീർപ്പന്തൽ ദേവി ക്ഷേത്രം, അത് അവിടുത്തെ 2 കരയോഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമാണ്. ഭഗവതി വിലാസം കരയോഗവും NSSന്റെ ശ്രീകൃഷ്ണവിലാസം കരയോഗവും 2 കരയോഗങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ക്ഷേത്രമാണ് തണ്ണീർപ്പന്തൽ ദേവി ക്ഷേത്രം. അതുപോലെ തന്നെ പണയിൽ ദേവി ക്ഷേത്രം SNDP 714 SNDP ശാഖയുടെ ഭാഗമായുള്ള ക്ഷേത്രമാണ് പണയിൽ ദേവി ക്ഷേത്രം. ഈ 2 ക്ഷേത്രങ്ങൾ തമ്മിൽ കൂടിയാലോചനകൾ നടത്തിയാണ് ഈ ഒരു കാര്യത്തിലൊരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കണമെന്ന് ആലോചിച്ചത്. വളരെ സമാധാനപരമായി ഒരു നാമജപ ഘോഷയാത്ര നടത്തണമെന്നാണ് ആദ്യം തന്നെ ആലോചിച്ചത്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടുത്തെ കരയോഗ ഓഫീസിലാണ് ഈ 2 ക്ഷേത്രങ്ങളുടെയും ഭാരവാഹികൾ യോഗം ചേർന്നത്. ആ യോഗം ചേർന്നപ്പോൾ അവിടെ നിന്ന് ഉയർന്നു വന്ന പൊതുവായ ഒരു ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു ആശയമാണ്, നമ്മൾ മാത്രം പോരാ ഈ പ്രതിഷേധത്തിന്, സമീപ പ്രദേശത്തിൽ ഈ പ്രശ്നം നേരിടുന്ന 15ഓളം ക്ഷേത്രങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കണമെന്നൊരു നിർദ്ദേശം ഉയർന്നു വരികയും അത് നമ്മൾ സഭാപന അംഗീകരിച്ചുകൊണ്ടാണ് പ്രദേശത്തുള്ള 15ഓളം ക്ഷേത്രങ്ങളെ, ശ്രീ ഭൂതനാഥസ്വാമി ക്ഷേത്രം, ഇന്ദ്രലയപ്പൻ ക്ഷേത്രം തുടങ്ങി 15ഓളം ക്ഷേത്രങ്ങളെ കൂട്ടിയാണ് നമ്മൾ ഈ പ്രക്ഷോഭ പരിപാടി പ്ലാൻ ചെയ്തത്. 500 പേര് ഭക്തജനങ്ങൾ പങ്കെടുത്ത, വിശ്വാസികൾ പങ്കെടുത്ത വലിയൊരു നാമജപ ഘോഷയാത്രയാണ് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും തണ്ണീർപ്പന്തൽ ദേവി ക്ഷേത്രത്തിൽ വന്ന് അവസാനിച്ച് യോഗ നടപടികൾ ആരംഭിച്ചത്. അപ്പോൾ ഇതിന്റെ യോഗത്തിന്റെ ആദ്യ ഘട്ടങ്ങളിൽ തന്നെ ഈ ഹൈന്ദവ ക്ഷേത്ര വിശ്വാസ സംരക്ഷണ സമിതി ഒരു തീരുമാനമെടുത്തിരുന്നു. ഒരു കാരണവശാലും ആദ്യഘട്ടത്തിൽ രാഷ്ട്രീയമായ ഒരു നിറവും ഇതിന് നൽകേണ്ടതില്ല, അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളെയും ഈ പ്രോഗ്രാമിൽ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്ന് ഐക്യകണ്ഠേന ഒരു തീരുമാനമെടുത്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ യോഗത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളെയും ക്ഷണിക്കാതിരുന്നത്. അപ്പം നമ്മൾ പലരുടെയും പ്രസംഗത്തിന് വേണ്ടിയൊക്കെ ക്ഷണിച്ചിരുന്നെങ്കിലും അവർക്കൊന്നും സമയമില്ലായിരുന്നു. അപ്പം ഈ ക്ഷേത്ര ഭാരവാഹികൾ തന്നെ ആ യോഗ നടപടികൾ നടത്തിക്കൊണ്ട് പോകാനായിരുന്നു ആലോചിച്ചത്. ക്ഷേത്രത്തിൽ ഈ യോഗം സമാപിക്കുന്ന സമയത്ത് തന്നെ ഈ നാമജപ ഘോഷയാത്ര ക്ഷേത്രത്തിൽ സമാപിച്ച ഉടൻ തന്നെ ക്ഷേത്ര ഭാരവാഹികൾ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു, വിശ്വാസ സംരക്ഷണ സമിതിയുടെ അംഗമായിട്ടുള്ള ഈ 15 ക്ഷേത്ര ഭരണസമിതി അംഗങ്ങളിൽ പ്രധാനപ്പെട്ടവർ മാത്രം വേദിയിലേക്ക് കടന്നിരിക്കുവാന്ന് ആദ്യം തന്നെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ CPM-ന്റെ മുൻ ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ബേബി വേദിയിലേക്ക് കടന്നു കയറിയിട്ട് വളരെ ധിക്കാരമായി ഞാനിവിടെ ഇരുന്നാൽ എന്താണ് ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ച് അദ്ദേഹം കടന്നിരിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹം കടന്നിരിക്കുകയും CPM-ന്റെ ഏരിയ സെക്രട്ടറി, മുൻ ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ വളരെ ധിക്കാരത്തോടു കൂടി തന്നെ ഞാൻ കൂടി പങ്കെടുത്താൽ എന്ത് കരുണാവാനാണെന്നുള്ള സമീപനം സ്വീകരിക്കുകയും തുടർന്ന് അയാളുടെ പിന്നാലെ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കൂടി ഈ വേദിയിലേക്ക് കടന്നിരിക്കുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വാഗത പ്രസംഗം നടന്നു, അതുപോലെ തന്നെ അധ്യക്ഷ പ്രസംഗം നടന്നു. അവരെല്ലാം ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷമാണ് ഉദ്ഘാടനമായി ഞാൻ സംസാരിച്ചത്. അത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് അവസാനമാണ് ഇങ്ങനെ ഒരു കടന്നുകയറ്റം ക്ഷേത്രങ്ങളിൽ മാത്രമേ നടത്താൻ കഴിയൂ നിങ്ങൾക്ക് എന്നുള്ള രീതിയിൽ പ്രഭാഷണത്തിൽ എൻ്റെ ഉദ്ഘാടന പ്രസംഗം നടത്തിയപ്പോഴാണ് അവർ ക്ഷേത്രത്തിലെ മൈക്കടക്കം ഓഫ് ചെയ്യാനും ക്ഷേത്രത്തിലെ വിശ്വാസികളെ ആകെ ചീത്ത വിളിക്കാനും അതിൽ പങ്കെടുത്തവരെ എല്ലാം വളരെ ആക്ഷേപകരമായ രീതിയിൽ പരാമർശം നടത്താനും അതിനെ തുടർന്ന് സംഘർഷം ഉണ്ടാവുകയും ബാബു എന്ന് പറഞ്ഞ ഒരാൾക്ക് ക്ഷേത്രത്തിന് പുറത്തു വെച്ചാണ് അദ്ദേഹം നിങ്ങളെ ക്ഷണിച്ചില്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഒരു പ്രോഗ്രാം നടത്താൻ കഴിയില്ല, അതിനുള്ള അവകാശം ഞങ്ങൾക്കില്ലേ എന്ന് ചോദിച്ചതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ക്ഷേത്രത്തിന് പുറത്തു വെച്ച് അതിക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് തീർച്ചയായും അപലപനീയമായ സംഭവമാണ്. ക്ഷേത്രങ്ങളിൽ ഇത്തരം കടന്നുകയറ്റങ്ങൾ പ്രത്യേകിച്ച് ക്ഷണിക്കാതെ ഒരു ക്ഷേത്രത്തിന്റെ ഈ 15 ക്ഷേത്രങ്ങളുടെയും ഒരു ഭാരവാഹികൾ പോലും ഈ സമിതിയുമായി ബന്ധപ്പെട്ട ഒരാൾ പോലും അവരെ ക്ഷണിച്ചിട്ടില്ല. ക്ഷണിക്കാതെയാണ് ഇങ്ങനെ ക്ഷണിക്കാത്തിടത്ത് വന്നാണ് ഈ പറയുന്ന ഒരു കലാപം അവർ സൃഷ്ടിച്ചിട്ടുള്ളത്.
യെസ്, വളരെയധികം നന്ദി ശ്രീകുമാർ പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി മനോജ് ചേരുന്നുണ്ട്. മനോജ്, എന്തായാലും ഇത്രത്തോളം ഒരു ഗുരുതരമായ ഒരു സാഹചര്യം, പോലീസ് നോക്കുകുത്തിയാകുന്നുണ്ട്, ഒരാൾക്ക് പരിക്കേറ്റു. ഒരുപക്ഷെ നിലവിലുള്ള മുഴുവൻ ഹൈന്ദവ സമൂഹത്തോടും കാണിക്കുന്ന CPM-ന്റെ ഒരു അതിക്രമം തന്നെയല്ലേ ഇത്? ഇത്തരത്തിൽ വിശ്വാസ സമൂഹത്തോട് കാണിക്കുന്ന ഒരു കടന്നു കയറ്റം അത് വീണ്ടും തുടരുകയല്ലേ CPM? തീർച്ചയായും ഹൈന്ദവ സമൂഹത്തിനെതിരെയുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് CPM ഉയർത്തുന്നത്. കാരണം ഏത് തരത്തിലുള്ള പരിപാടികൾ ക്ഷേത്രത്തിനുള്ളിൽ പോലും സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിലുള്ള പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ചു കഴിഞ്ഞാലും അവിടെ ഞങ്ങൾ കയറിയിരിക്കും, അവിടെ ഞങ്ങൾ കടന്നിരിക്കുമെന്നുള്ള ഒരു ധാർഷ്ട്യപരമായിട്ടുള്ള ധിക്കാരപരമായിട്ടുള്ള സമീപനമാണ് ഈ CPM നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം അവിടെ ഒരു കാരണവശാലും രാഷ്ട്രീയക്കാരെ ക്ഷണിച്ചിരുന്നില്ല എന്ന് വീണ്ടും ഈ വിശ്വാസ സംരക്ഷണ സമിതിയുടെ പ്രസിഡന്റ് തന്നെ ഇപ്പോൾ നമ്മളോട് പറഞ്ഞിരുന്നു. ക്ഷേത്ര ഭാരവാഹികൾ മാത്രം ആ വേദിയിൽ ഇരിക്കേണ്ടതെന്ന് അനൗൺസ് ചെയ്യുന്നു. എന്നാൽ താൻ കയറിയിരുന്നാൽ എന്താണ് കുഴപ്പമെന്നുള്ള രീതിയിൽ ധിക്കാരപരമായിട്ടുള്ള ഒരു സമീപനം അവിടെ ഈ CPM നേതാവായിട്ടുള്ള N ബേബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. ബേബിക്ക് പിന്നാലെ മറ്റ് നേതാക്കളും ഈ വേദിയിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ അത് ചോദ്യം ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ഇടങ്ങളിൽ നിങ്ങളിത് ചെയ്യുമോ എന്ന ചോദ്യം ഉയർന്നത് പിന്നാലെയാണ് അതിൽ ഇത് വീണ്ടും പ്രകോപിതരായി അവിടെ നിന്നും വിശ്വാസികളെയും അതോടൊപ്പം തന്നെ സംഘടിപ്പിച്ച ആളുകളെയും ഒക്കെ തെറി പറയുന്ന ഒരു സാഹചര്യം, അവിടെ വന്ന് ഈ പരിപാടി അലങ്കോലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പിന്നീട് അങ്ങോട്ട് സംഘർഷമുണ്ടാകുകയായിരുന്നു. കാരണം ഈ വിശ്വാസ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ആ വേദിയിൽ നിന്നാണ് ഈ CPM നേതാക്കൾ അവിടെ ഉച്ചത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്നത്. അത് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. ഇത് ഒരു ഹൈന്ദവ ക്ഷേത്രമായതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ചെയ്തത് എന്നാണ് അവിടെയുള്ള വിശ്വാസ സമൂഹം ചോദിക്കുന്നത്. ശരി, മനോജാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.